പ്രണയകാലം ആരംഭിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് അഭിഷേകുമായുള്ള തൻ്റെ പ്രണയം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇഷ. പക്ഷേ ഈ കാര്യം നമ്മുടെ റാംമോഹൻ അറിയുകയാണ് എങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം അറിയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു വീട്ടിലെ വേലക്കാരി. പക്ഷേ അച്ഛൻ താൻ പറഞ്ഞത് സമ്മതിക്കുമെന്ന് വ്യക്തമാക്കുന്ന ഇഷ അതുകൊണ്ട് തന്നെ റാംമോഹന് അല്ലെങ്കിലും അഭിഷേകിനെ ഇഷ്ടമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് ഇഷയുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ടുള്ള തീരുമാനം റാംമോഹൻ എടുക്കുന്നത്. തൻ്റെ ഓഫീസിലെ വെറുമൊരു എംപ്ലോയിക്ക് തൻ്റെ മകളെ കെട്ടിച്ചു കൊടുക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ റാംമോഹൻ അതുകൊണ്ട് തന്നെ ഇനി അഭിഷേകിനെ ഒരു നിമിഷം പോലും ജോലിയിൽ നിർത്തുകയില്ല എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. ഇതോടെ പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോയിരിക്കുകയാണ് ഇഷയുടെ. ഇതേ തുടർന്നാണ് പുതിയ തിരിച്ചടികൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇതിനിടയിൽ ജയരാമൻ അപ്രതീക്ഷിതമായി തിരികെ വന്നത് ഗായത്രിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതോടെ ഗായത്രി ജയരാമനെ സഹായിക്കുന്നതിന് കൂടെയുണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുകയും അഭിഷേക് അറിയാതെ സഹായിച്ച് തുടങ്ങുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് അമ്മ അധികമായി പൈസ ചിലവാക്കുന്നുണ്ട് എന്നും എന്തോ രഹസ്യം ഒളിപ്പിക്കുന്നുണ്ട് എന്നും അഭിഷേക് തിരിച്ചറിയുന്നത്. ഇതേ തുടർന്നാണ് അമ്മയുടെ ചതി അഭിഷേക് മനസ്സിലാക്കുന്നതും. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.